കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസം കേട്ടോ. രാവിലെ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഐക്യു പോകാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അതിൽ പറ്റുന്നതൊക്കെ വാങ്ങിക്കണം. തിരിച്ചു വന്നിട്ട് വീടൊന്നൊരു ചെറിയ മേക്ക് ഓവർ കൊടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ ഒരു 9:30 ഇറങ്ങി 2 ആകുമ്പോഴേക്കും തിരിച്ചു വരണം. അതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ കിത്തു എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം ഇറങ്ങാൻ കുറച്ച് ലേറ്റായിട്ടോ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ഞാൻ ഈ ഹോം ഡെക്കോർ പീസൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന്. കൂടുതലും ഞാൻ ഹോം ബോക്സ് മൈക്കയാണ് കേട്ടോ വാങ്ങിക്കൽ. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ ടേമു പോലത്തെ ആപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. നമ്മളിന്ന് വന്നേക്കണ ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്യ കേട്ടോ. ഇവിടെ പാൻ ഹോമും കൂടി ഉണ്ട്. ആദ്യം നമ്മൾ പാൻ ഹോമിലാട്ടോ പോയത്. എനിക്കിവിടെ നിന്നൊന്നും വാങ്ങിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പൊതുവേ ഞാൻ പാൻ ഹോമിൽ നിന്ന് വാങ്ങൽ കുറവാണ്. എനിക്കെന്തോ ഇവിടുത്തെ പ്രൈസും പ്രൊഡക്റ്റും തമ്മിലുള്ള ബന്ധം അത്ര ഇഷ്ടപ്പെടാറില്ല. റിൻഷിക്ക് ഇവിടെ ക്യാൻഡിൽ നോക്കണമായിരുന്നു. ഇവിടെ നല്ലൊരു ക്യാൻഡിൽ ഹോൾഡർ ഉണ്ട്. ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് വാങ്ങാനാണ് ഞാൻ മെയിനായിട്ടും വന്നത്. എനിക്ക് ഇങ്ങനത്തെ ഒരു മാറ്റ് കുറച്ചായി ആഗ്രഹം. ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പ്രൈസ് കൂടുതൽ കാരണം ഞാനിങ്ങനെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്തായാലും ഞാനൊരെണ്ണം വാങ്ങി. അത് നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. പാൻ ഹോമിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഐക്യയിലോട്ട് കയറിട്ടോ. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്ത കാരണം വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ തന്നെ ആവാന്ന് കരുതി. ഞാനിവിടെ നിന്ന് മുന്നേ സ്നാക്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. റിൻഷിക്ക് പക്ഷെ ഇവിടുത്തെ മെനു അറിയായിരുന്നു. റിൻഷി സജസ്റ്റ് ചെയ്തൊരു ഐറ്റമാണ് ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എനിക്കിതുപോലെ പുതിയ പുതിയ ഫുഡെല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ. നമ്മളിവിടെ ഒരു റൈസും മീറ്റ് ബോളും ആയിരുന്നു എടുത്തത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേവി വരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേസ്ട്രി എടുത്തു. ഞാനെടുത്തത് ആൽമണ്ടും അവളെടുത്തത് ചോക്ലേറ്റും ആയിരുന്നു. ഫുഡ് എനിക്കൊരു ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. ചിലപ്പോൾ എനിക്ക് മീറ്റ് അത്ര വലിയ താല്പര്യമില്ലാത്ത കാരണമായിരിക്കാം. കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഐക്യയുടെ അകത്തോട്ട് പോയി. നമ്മൾ വന്ന ദിവസത്തിന് മോശമായിപ്പോയി. ഓഫറെല്ലാം ഇന്നലെയാണ് പോലും കഴിഞ്ഞത്. നവംബർ പകുതിയായപ്പോഴേക്കും ഇവിടെയൊക്കെ ക്രിസ്മസ് ഡെക്കർ വന്നു തുടങ്ങിട്ടോ. നമ്മൾ പതുക്കെ അയക്കാന്നങ്ങ് ഇറങ്ങി. 2 o'clock ആകുമ്പോഴേക്കും റിൻഷിക്ക് മോളെ പിക്ക് ചെയ്യണം. നമ്മൾ നേരെ അവളെ പിക്ക് ചെയ്യാനാണ് പോയത്. കിത്തുവിനെ ഇന്ന് പതിവിൽ നേരത്തെ എണീപ്പിച്ച കാരണം കുറച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ട്. എങ്കിലും നല്ല കുട്ടിയായിട്ട് കൂടെ വന്നിട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അവൻ. അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും കിത്തു എൻ്റെ മടിയിൽ കിടന്നുറങ്ങി. മോള് സ്കൂളിൽ നിന്നെടുത്ത് നമ്മൾ നേരെ റിൻഷയുടെ വീട്ടിലോട്ട് പോയി. കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് പോയെ. വീട്ടിൽ വന്ന് കിത്തുവിന് ഫുഡെല്ലാം കൊടുത്ത് കുറച്ചു നേരം ഇരുന്ന ശേഷം ഞാൻ പിന്നെ വീട് റെഡിയാക്കാൻ നിന്നു. വിൻ്റർ തുടങ്ങിയപ്പോൾ അകത്തോട്ട് നല്ല വെളിച്ചമെല്ലാം വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ വിൻഡോ ഒക്കെ തുറന്നിടാൻ പറ്റിയ സമയമാണ്. അത് കാരണം കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനത്തെ ഫ്ലോറൽ കർട്ടൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിതെല്ലാം നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ്. നാട്ടിലെ ആമസോണിൽ നിന്നും അതുപോലുള്ള മറ്റു സൈറ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. ഹൈറ്റ് കുറവായി ഇങ്ങനെയും ചില പ്രശ്നമുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ടേബിൾ ഇട്ടു, പക്ഷെ എത്താതായപ്പോൾ ഒരു ചെയർ കൂടി ഇടേണ്ടി വന്നു. ചെയർ സ്ലിപ്പാവുമെന്ന് പേടിച്ചിട്ടാട്ടോ ഞാൻ ആദ്യം തന്നെ ഒരു മാറ്റും കൂടി ഇട്ടത്. എനിക്കെന്തോ വിൻ്ററായി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ബാൽക്കണിയാണ്. ഇവിടെ സാധാരണ ചൂടായതിനാൽ വിൻ്ററിൽ മാത്രമേ നമുക്ക് ബാൽക്കണി യൂസ്ഫുൾ ആവുള്ളൂ.
ദാ ഇതായിരുന്നു നമ്മൾ വാങ്ങിച്ച മാറ്റ്. ഈ ഒരു സാധനമായിരുന്നു നമ്മൾ തപ്പി നടന്നതും വാങ്ങിക്കാൻ പോയതല്ല. ഇനി ഇത് വെച്ച് വേണം നമുക്കിവിടെ അറേഞ്ച് ചെയ്യാനായിട്ട്. പണ്ടൊക്കെ എനിക്ക് വീട് ഭയങ്കര കളർഫുൾ ആയിരിക്കണം എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് എനിക്ക് വൈറ്റ് ആൻഡ് വുഡൻ കളറിനോട് താല്പര്യം. ഈ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫർണിച്ചേഴ്സ് എല്ലാം ഞാൻ പല സമയത്തായിട്ട് വാങ്ങിച്ചതാണെങ്കിലും ആ ഒരു കളർ കോംബോ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇതൊരു ജൂട്ട് റഗ്ഗാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് കുറച്ച് റഫായി തോന്നുന്നുണ്ടെങ്കിലും ഇത് അത്രയും റഫൊന്നുമല്ല, അത്യാവശ്യം സോഫ്റ്റാണ്, ക്വാളിറ്റി ഉണ്ട്. ഞാൻ അടുത്തിടെ വാങ്ങിച്ച ഒരു വുഡൻ ചെയറുണ്ട്. അതിൻ്റെ താഴെ ഇടാനായിട്ടായിരുന്നു ഞാനിത് തപ്പി നടന്നത്. എനിക്കെന്തോ അതിന് ഇത് മാത്രമേ മാച്ചായി പോവുള്ളൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്നപ്പോൾ തൊട്ട് അകത്ത് എന്താണെന്ന് അറിയാൻ ഇവിടെ ഓടി നടക്കുമായിരുന്നു കേട്ടോ ഒരാൾ. ഞാൻ അഴിച്ചപ്പോഴാണ് അവന് സമാധാനം കിട്ടിയത്. അഴിച്ചു പാടെ മൂപ്പർ അതിൽ കയറി കിടന്ന് തന്നെ ഒരു കളിയായി. കുറച്ച് സമയം അവൻ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റ് പോവുകയും ചെയ്തു കേട്ടോ. ഈ വൈറ്റ് ഷീറ്റ് കട്ടൻസാണ് നമ്മൾ കുറച്ച് നേരത്തെ വാഷ് ചെയ്യാനിട്ടത്. ഇത് നെറ്റായതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും വേണ്ട. ജസ്റ്റ് വാഷ് ചെയ്ത് വന്നൊന്ന് കുടഞ്ഞെടുത്താൽ തന്നെ ഇത് ഡ്രൈ ആണ് കേട്ടോ. എൻ്റെ ഫ്ലോറൽ കട്ടനിൽ ഞാൻ ഇത് തന്നെയാണ് മിക്സ് ആക്കാൻ പോകുന്നത്. പ്ലാന്റ്സ് എല്ലാം ഇഷ്ടമാണെങ്കിലും എപ്പോഴും ഹാങ്ങിങ് പ്ലാന്റിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ്. എന്തോ ഒരു പ്രത്യേക ഭംഗി എപ്പോഴും തോന്നാറുണ്ട്. ഒരു സാധാരണ പോത്തോസ് വാങ്ങിച്ച് ഇത്രയും ലെങ്തായി കിട്ടാൻ ഏകദേശം ഒരു 1.5 വർഷം എടുക്കും കേട്ടോ. എൻ്റെ ടി വിക്ക് സൈഡിലുള്ള വാളിൽ വെച്ചിരിക്കുന്ന പോത്തോസ് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞതാണ്. പക്ഷേ ഈ പോത്തോസ് ഞാൻ വാങ്ങിച്ചതാട്ടോ. കഴിഞ്ഞ ദിവസം നഴ്സറി പോയപ്പോഴാണ് ഇത്രയും ലെങ്ത്തുള്ള പോത്തോസ് അവിടെ കണ്ടത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതിനെ അങ്ങ് വാങ്ങിച്ചു. പക്ഷെ വീട്ടിൽ വന്ന് എനിക്ക് അത്ര ഹെൽത്തി അല്ലാത്ത പോലെ ഒരു തോന്നലുണ്ടായി. എൻ്റെ കയ്യിലുള്ള ഞാൻ വീട്ടിൽ വളർത്തിയ പോത്തോസും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തോ ഇതിനൊരു ക്ഷീണം തോന്നിയായിരുന്നു. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കാണുമ്പോൾ പലരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് ചെറിയൊരു മോനെ വെച്ച് വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ അത് നമ്മളൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. കോസ്മെറ്റിക്സും കോസ്റ്റ്യൂമും ഒക്കെ ഷോപ്പ് ചെയ്യുന്നേക്കാൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഹോം ഡെക്കർ ഐറ്റംസും പ്ലാന്റ്സും ഒക്കെ ഷോപ്പ് ചെയ്യുന്നതാണ്. അതെന്തോ അങ്ങനെ ആയിപ്പോയി. ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു വയ്ക്കും. എവിടെ വെക്കണമെന്നോ എവിടെ ഡെക്കോർ ചെയ്യണമെന്നോ ആ സമയത്ത് ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ വന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഇതിവിടെ വെച്ചാൽ കൊള്ളാം. അങ്ങനെ വാങ്ങിച്ചു വെച്ച ഒന്നാണിത്. ആദ്യം ഞാനിവിടെ ഒരു ഡ്രീം ക്യാച്ചർ ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഡ്രീം ക്യാച്ചർ വേണ്ട, അതും ഒരുപാട് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ 2 ഹാങ്ങിങ് എന്തോ അതൊരു സുഖമില്ലാത്ത പോലെ തോന്നി. ഷോർട്സ് കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഈ ചെയർ എവിടെ നിന്നാണ് വാങ്ങിയെന്ന്. ഞാൻ പാൻഹോമിൽ നിന്ന് വാങ്ങിച്ച ഒരേ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നീട് ലിങ്കിന് വേണ്ടി നോക്കിയപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണാൻ പറ്റുന്നില്ല. അവരിത് നിർത്തിയതാണോ എന്തോ എനിക്കറിയില്ല. ഞാനിത് വാങ്ങിച്ചപ്പോൾ ഓഫർ പ്രൈസിൽ ഇട്ടിരുന്നതായിരുന്നു. എല്ലാം സെറ്റാക്കി വന്നപ്പോഴേക്കും സന്ധ്യയായിരുന്നു. സന്ധ്യയ്ക്ക് ഈ വിൻഡോയിലൂടെ ഒരു ചുമന്ന വെളിച്ചം വരും. എനിക്കെന്തോ അത് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സെറ്റ് ചെയ്ത ചെയറിൽ എന്തായാലും കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കിത്തു വന്നു. കിത്തു അവനും കയ്യിൽ കിട്ടിയൊരു ബുക്ക് കൊണ്ടുവന്നു. നമ്മൾ ചെയ്യുന്നതൊക്കെ കുട്ടികളും കണ്ടുപിടിക്കുന്നല്ലേ. അവനും വായിക്കാനൊന്നും തുടങ്ങിയില്ലെങ്കിലും ചുമ്മാ ബുക്ക് വായിച്ച് എൻ്റെ അടുത്തിരുന്നു. ഞാൻ പിന്നെ പോയി ഒരു ചായ ഇട്ടു. ചായയും കൊണ്ടുവന്ന് ആ ചെയറിലിരുന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച വൈബ് എനിക്ക് കിട്ടിട്ടോ. ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അതോ ഇനി സബ് ടൈറ്റിൽ മാത്രം മതിയോ? എല്ലാം കമൻറ്റിൽ ഒന്ന് പറയണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.